സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ കോഴിക്കോടും പ്രചാരണം ഊർജിതമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. പലയിടത്തും വിമത ഭീഷണിയുണ്ട്. UDFന് തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നമുക്കത് എടുത്തു പറയേണ്ട ഒരു സാഹചര്യമല്ല. കാരണം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നോക്കുകയാണെങ്കിൽ വിമത ശല്യം കാരണം UDFന് ഭയങ്കര പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. കോൺഗ്രസിലും മുസ്ലിം ലീഗിനും ഒക്കെ വിമതർ മത്സര രംഗത്ത് ഉണ്ട്. ലതീഷ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ലതീഷ, ഗുഡ് മോർണിംഗ്. ലതീഷ്, നമ്മൾ കൊച്ചിയിലെ വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ തിയോഫിൻ പറഞ്ഞു അവിടെ സതീശനെതിരെ ചില നീക്കുപോക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അതാണ് അവിടുത്തെ വിമത ശല്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നുണ്ട്. കോഴിക്കോട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിമതശല്യം ഉണ്ടാകാൻ കാരണം ഈ ലീഗും ഒപ്പം തന്നെ കോൺഗ്രസും തമ്മിലുള്ള അവരുടെ ഒരു സീറ്റ് വിഭജനവും തമ്മിലുള്ള തർക്കമാണ്. ഒരു പക്ഷേ കോൺഗ്രസിന് വളക്കൂറുള്ള മണ്ണിലൊക്കെ തന്നെ സീറ്റ് ഈ മുസ്ലിം ലീഗിന് നൽകിയെന്നുള്ള ആരോപണമൊക്കെ ചില ഘട്ടങ്ങളിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അവിടെയാണ് ഏറ്റവും കൂടുതൽ വിമതരൊക്കെ ഉള്ളത്. എങ്ങനെയാണ് അവിടുത്തെ വിമതശല്യം? ഒപ്പം തന്നെ മറ്റ് പ്രചാരണ ചൂടിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? ഭദ്ര, ഗുഡ് മോർണിംഗ്. സ്ഥാനാർത്ഥി ചിത്രം ഏകദേശം വ്യക്തമായിട്ടുണ്ട്. 5884 സ്ഥാനാർത്ഥികളാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിലാകെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കായി മത്സരിക്കുന്നത്. പുരുഷന്മാരുടെ എണ്ണം 2769, സ്ത്രീ സ്ഥാനാർത്ഥികളുടെ എണ്ണം 3115. ഇതിൽ കൂടുതൽ വ്യക്തത ഇന്ന് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ കണക്കെടുപ്പ് പൂർത്തിയാക്കി അവസാന പട്ടിക ഇന്ന് ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് ഔദ്യോഗിക ചിഹ്നം, സ്വതന്ത്രന്മാർക്ക് സ്വതന്ത്ര ചിഹ്നം എന്നിവയൊക്കെ നൽകിയതോടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പ്രവർത്തനം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ഘട്ടത്തിൽ സ്ഥാനാർത്ഥികൾ കൂടുതൽ പ്രദേശങ്ങളിലെത്തി വോട്ടർമാരെ നേരിട്ട് കാണുകയും അവരുടെ ചിഹ്നം പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കും. ആ നിലയിൽ പ്രചാരണ രംഗം ചൂടുപിടിക്കുന്നു. നേതാക്കൾ പ്രചാരണ പ്രവർത്തനങ്ങളുമായി പൊതുയോഗങ്ങളിലും മറ്റും പങ്കെടുക്കുന്നതിനായി വരും ദിവസങ്ങളിൽ ജില്ലകളിലേക്ക് എത്തുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും കോഴിക്കോട് ജില്ലയിൽ ഭദ്ര പറഞ്ഞതുപോലെ തന്നെ വിമതശല്യം UDFന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. 20 ഇടങ്ങളിലെങ്കിലും വിമതർ സജീവമായി തന്നെ പ്രചാരണ രംഗത്ത് ഇറങ്ങിയ സാഹചര്യമാണ് നിലവിലുള്ളത്. കോൺഗ്രസിലും ലീഗിലുമെല്ലാം ഇത്തരം വിമത ഭീഷണിയുണ്ട്. പരസ്പരം മുസ്ലിം ലീഗും കോൺഗ്രസും മത്സരിക്കുന്ന സാഹചര്യം വളരെ കുറവാണ്. എന്നാൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ, കോൺഗ്രസിനെതിരെ യൂത്ത് കോൺഗ്രസിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും എല്ലാം പ്രവർത്തകർ, ആ നിലയിലുള്ള വിമത ഭീഷണിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ തന്നെ 2 വാർഡുകളിൽ VM വിനു മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച VM വിനുവിന് മത്സരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കല്ലായി വാർഡിലായിരുന്നു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ആ കല്ലായി വാർഡിൽ സുദീപ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സര രംഗത്തുണ്ട്. ചാലപ്പുറം വാർഡ് CMPക്ക് നൽകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് അയൂബ് തന്നെ വിമത സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നു. ചാലപ്പുറം വാർഡിൽ മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ 2 ഇടത്ത് വിമതശല്യം കോൺഗ്രസിനുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട വിമതശല്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് വാർത്ത നൽകിയിരുന്നു. അത് ഏറാമല പഞ്ചായത്തിലാണ്. ലീഗ് ജില്ലാ സെക്രട്ടറിക്കെതിരെ STUവിൻ്റെ നേതാവാണ് മത്സര രംഗത്തുള്ളത്. ലീഗിൻ്റെ നേതാവ് OK കുഞ്ഞബ്ദുള്ള മാസ്റ്റർക്കെതിരെയാണ്. അദ്ദേഹം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനെതിരെ STUവിൻ്റെ ജില്ലാ പ്രവർത്തക സമിതി അംഗം അഷ്റഫ് കോറോത്താണ് അവിടെ മത്സര രംഗത്തുള്ളത്. വടകര നഗരസഭയിൽ RMPയുടെ ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ RMPയുടെ ഏരിയ കമ്മിറ്റി അംഗം മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്തിൽ കോൺഗ്രസിനെതിരെ വിമതൻ രംഗത്തുണ്ട്. കാരശ്ശേരി ഡിവിഷനിൽ, അതായത് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കാരശ്ശേരി ഡിവിഷനിൽ ക്വാറി മുതലാളിക്ക് സീറ്റ് നൽകിയതിനെതിരെ 5 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ. അതിൽ 3 പേർ ഇന്നലെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചെങ്കിലും 2 പേർ ഇപ്പോഴും മത്സര രംഗത്തുണ്ട്. ഒപ്പം പൂവാട്ടുപറമ്പ് ഡിവിഷനിൽ, കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ തന്നെ പൂവാട്ടുപറമ്പ് ഡിവിഷനിൽ മഹിളാ കോൺഗ്രസിൻ്റെ നേതാവ് മത്സര രംഗത്തുണ്ട്. ഇത്തരത്തിൽ 20 ഇടങ്ങളിലെങ്കിലും വിമത ഭീഷണി UDF നേരിടുന്നു. എന്നാൽ LDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. 70 ഗ്രാമപഞ്ചായത്തുകളാണ് കോഴിക്കോട് ജില്ലയിൽ ആകെയുള്ളത്. ഒപ്പം 7 നഗരസഭകളുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ 12 ഉണ്ട്. ജില്ലാ പഞ്ചായത്ത്, അതേപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ. ഇത്രയും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രമാണിപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. LDF പ്രചാരണ രംഗത്ത് ബഹുദൂരം മുന്നേറി നിൽക്കുമ്പോൾ വിമതശല്യം കാരണം UDF പലയിടങ്ങളിലും കിതയ്ക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും
കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിമത ശല്യവുമായി ബന്ധപ്പെട്ട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ഇന്നലെ പറഞ്ഞത് ഇത്തവണ ഈ 48 മണിക്കൂറിനകം ഈ വിമതർ സ്ഥാനാർത്ഥിത്വം മത്സരരംഗത്ത് നിന്നും പിന്മാറി ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് പിന്തുണ അറിയിക്കുന്നതായുള്ള വാർത്താക്കുറിപ്പ് ഇറക്കിയില്ലെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇതിന് എത്രത്തോളം ആളുകൾ ഇനി തയ്യാറാകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം. ഭദ്ര.